സോളാർ പീഡനക്കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും കുടുക്കാൻ കെ.ബി. ഗണേഷ് കുമാർ നേരിട്ട് ഗൂഢാലോചന നടത്തിയെന്ന നിർണായക വെളിപ്പെടുത്തലുമായി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. കേസിലെ സാക്ഷിയായ ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഗണേഷ് കുമാറിന് വിനയായേക്കാവുന്ന മൊഴി നൽകിയത്. തന്റെ പി.എ. പ്രദീപ് കുമാർ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് ഗണേഷ് കുമാർ തന്നോട് നേരിട്ട് നിർദ്ദേശിച്ചതായും ഫെനി വെളിപ്പെടുത്തി. ഗൂഢാലോചനയുടെ ഭാഗമായി ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട കാര്യവും ഫെനി കോടതിയിൽ വിവരിച്ചു. 2015 ഏപ്രിലിൽ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും മധ്യേ റോഡരികിൽ വെച്ചായിരുന്നു ആ രഹസ്യ കൂടിക്കാഴ്ച. തിരിച്ചറിയപ്പെടാതിരിക്കാൻ സാധാരണ ധരിക്കാറുള്ള വിഗില്ലാതെയാണ് ഗണേഷ് കുമാർ എത്തിയതെന്ന് മൊഴിയിലുണ്ട്. പ്രദീപ് കുമാറിന്റെ ഫോണിൽ നിന്നും ബന്ധു ശരണ്യ മനോജിനെ ഫോണിൽ നിന്ന് പലതവണ ഗണേഷ് കുമാർ തന്നെ വിളിച്ചിരുന്നതായും ഫെനി മൊഴി നൽകുകയും ചെയ്തു. പത്തനംതിട്ട ജയിലിൽ വെച്ച് പരാതിക്കാരി എഴുതിയ യഥാർത്ഥ കത്തിൽ 21 പേജുകൾ മാത്രമാണുണ്ടായിരുന്നത്. ഇതിൽ ഉമ്മൻചാണ്ടിയുടെയോ മറ്റ് UDF നേതാക്കളുടെയോ പേരുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഈ കത്തിൽ 4 പേജുകൾ കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നുവെന്ന് ഫെനി പറയുന്നു. ഇനി ഒരിക്കലും ഗണേഷ് കുമാർ മന്ത്രിയാകില്ലെന്നും ഇവരെല്ലാം ചേർന്നാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയതെന്നും അവർക്ക് പണി കൊടുക്കണമെന്നാണ് ശരണ്യ മനോജ് പറഞ്ഞത്. ഫെനി കോടതിയിൽ മൊഴി നൽകിയത് ഇങ്ങനെയാണ്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് പരാതിക്കാരി സ്വന്തം കൈപ്പടയിൽ പേജുകൾ കൂട്ടിച്ചേർത്ത് 25 പേജാക്കി മാറ്റുകയായിരുന്നു. ഈ കത്തിന്റെ കൈപ്പടയും മറ്റും കോടതിയിൽ ഫെനി തിരിച്ചറിഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് പറയണമെന്ന് പരാതിക്കാരി തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയമായി പ്രയോജനമുണ്ടാകുമെന്നും മറ്റ് പാർട്ടിക്കാരുടെ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു. നിലവിലുള്ള UDF സർക്കാരിന് ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു ഗൂഢാലോചനയുടെ ലക്ഷ്യമെന്നും ഫെനി വെളിപ്പെടുത്തി. അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. കേസിൽ ഗണേഷ് കുമാറിനെ 2ാം പ്രതിയാക്കി കോടതി നേരത്തെ സമൻസ് അയച്ചിരുന്നു. ഫെനിയുടെ ഈ മൊഴിയോടെ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിയിലും സോളാർ ഗൂഢാലോചന കേസിന്റെ ഗതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കും. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ER അർജുൻ രാജ് മുൻപാകെ മൊഴി നൽകി. ഗണേഷ് കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജിന്റെയും PA പ്രദീപ് കുമാറിന്റെയും ഫോണിൽ നിന്ന് പലതവണ ഗണേഷ് കുമാർ വിളിച്ചിരുന്നതായും ഫെനി മൊഴി നൽകി. സോളാർ പീഡനക്കേസിലെ പരാതിക്കാരി സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന ഫയൽ ചെയ്ത ഹർജിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഗണേഷ് കുമാറിന് നേരിട്ട് കാണാൻ താൽപര്യമുണ്ടെന്ന് പ്രദീപ് കുമാർ അറിയിച്ചത് പ്രകാരം 2015 ഏപ്രിലിൽ താൻ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും മധ്യേ റോഡ് വശത്ത് കാറിൽ കാത്തുനിന്നു. മറ്റൊരു കാറിൽ പ്രദീപ് കുമാറിനൊപ്പം ഗണേഷ് കുമാറും എത്തി. വിഗ് ധരിക്കാതെയാണ് ഗണേഷ് കുമാർ എത്തിയതെന്നും ഫെനി മൊഴി നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും പീഡന കേസുകളിൽ കുരുക്കാൻ വൻ ഗൂഢാലോചനയാണ് നടന്നതെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ മൊഴി നൽകി.